പ്രിയമുള്ളവരെ, എല്ലാവർക്കും ക്രിസ്തയേശുവിൻ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ആത്മീയ തലത്തിൽ നമുക്കെതിരെയുള്ള പോരുകളും പോരാട്ടങ്ങളും പ്രതികൂലങ്ങളുമാണ്. ഇസ്രായേൽ ജനത്തിന് അവിടെ കാണുവാൻ കഴിയുന്ന സംഭവങ്ങൾ, ദൈവം തൻ്റെ വചനം അയച്ച് അവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തു എന്ന്. ക്രിസ്തു ദരിദ്രരോട് സുവിശേഷം അറിയിച്ചു. അവർക്ക് ദൈവവചനം സുബലമായി പകർന്നു കൊടുത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. യേശുവിൻ്റെ പിന്നാലെ ഒട്ടനവധി മനുഷ്യർ വന്ന് കൂടുവാൻ ഇടയായി. നിത്യരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാനും യേശു ക്രിസ്തു കാണിച്ച മാതൃക ആയ ജലസ്നാനം സ്വീകരിക്കുവാനും ക്രിസ്തുവിലൂടെ അനവധി പേർ തയ്യാറായി എന്ന് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെതായ നാമത്തിൽ കൂടി വരുന്നവരെ അവരുടേതായ മനസ്സും ശരീരവുമായ പല മണ്ഡലങ്ങളിലും അവരെ മാനസികമായി മുറിവേൽപ്പിക്കുന്ന അനുഭവമാണ്. യേശു ക്രിസ്തു വിശുദ്ധ വേദപുസ്തകത്തിലൂടെ പറഞ്ഞു, അന്ത്യകാലത്ത് ചെന്നായ്ക്കൾ ആട്ടിൻ തോലണിഞ്ഞ് നിങ്ങളുടെ നടുവിൽ വരും. എന്നാൽ അപ്രകാരമുള്ള ഒരു കൂട്ടർ ഈ കാലഘട്ടത്തിലുമുണ്ട്. എവിടെയെങ്കിലും നടക്കുന്ന സംഭവങ്ങളും ഏതെങ്കിലും വ്യക്തികളോടുള്ളതായ വിദ്വേഷങ്ങളും ഒരു സഭാ കൂടിവരവുകളിലാകട്ടെ, മറ്റു ഏതെങ്കിലും ഭവന കൂടിവരവുകളിലാകട്ടെ, അതിനെ പരസ്യമായി ഒരു വ്യക്തിയോടുള്ളത് അവിടെ ഇരിക്കുന്ന 50 പേരുണ്ടെങ്കിൽ 50 പേരോടും അവിടെ പൊതുനിരത്തിൽ നിരത്തുന്ന ഒരനുഭവത്തെ, ഒന്നേ ആ സഭയ്ക്ക് ഒരു പ്രയോജനം വേണം, അല്ലെങ്കിൽ ആ വീട്ടിൽ ഒരു പ്രയോജനം വേണം. ഇത് രണ്ടിനും, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ജനത്തിന് ഒരു പ്രയോജനം. മാനുഷ്യ ചിന്തകളും മാനുഷ്യമായ സങ്കല്പങ്ങളും അവിടെ വിളംബരം ചെയ്യുമ്പോൾ ആത്മീയരായ മക്കൾ അവിടെ പരാജയപ്പെടുന്ന ഒരു ഘടകത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. എന്നാൽ ആ പരാജയത്തിൽ നിന്നും നാം നമ്മുടേതായ ശ്രദ്ധ അവിടെ നിന്ന് അത് തിരിച്ചുവിടേണ്ടതായ ഒരു ഘട്ടമാണ്. അവിടെ നാം മനസ്സിലാക്കേണ്ടത്, അവിടെ ഈ യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടേണ്ടത് ഒരുക്കണം. എത്രയോ നല്ല ശുശ്രൂഷകന്മാർ, എത്രയോ നല്ല ദൈവജനം നല്ല ശുശ്രൂഷയ്ക്കായി ദൈവം വിളിച്ച് വേർതിരിക്കപ്പെടുമ്പോൾ മാനുഷ്യ ചിന്തകൾ കടത്തി ആത്മീയത നഷ്ടപ്പെടുത്തി മുറിവേൽപ്പിക്കുന്ന അനുഭവം. അതായത് ഒരു ലാത്തി ചാർജ് പോലെ ആർക്കും എവിടെയും